അപ്പോൾ ഗൈസ് ഞങ്ങൾ നിലമ്പൂർ വരെ പോവാട്ടോ. നിലമ്പൂർ എൻ്റെ സ്വന്തം നാട്. ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്, അപ്പോൾ അതിന് പോവാം. അപ്പോൾ ഞാൻ കിളിക്ക് കുറച്ച് ചപ്പ് ഒടിച്ചിട്ട് മുരിങ്ങയുടെ ഇല ഒടിച്ച് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ രാത്രിയിൽ വൈകിട്ട് 5:30 അവിടെ ഫങ്ഷൻ. അപ്പോൾ രാത്രിയാവും തിരിച്ചെത്തണമെങ്കിൽ. വേണ്ട മുരിങ്ങ വേണ്ട, ഇത് കുറച്ച് ഒടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിന്നിരുന്നാട്ടാ, നമ്മൾ പോയിട്ട് വരാട്ടാ. അപ്പോൾ ഗൈസ് പോകുന്ന വഴിക്ക് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. അതോ പോയിട്ട് വരാട്ടാ. ടാറ്റാ. പോയിട്ട് വരാട്ടാ. ടാറ്റാ. അപ്പോൾ ഇതാ പപ്പയും മമ്മിയും കോടഞ്ചേരിയിൽ നിന്ന് കയറി എടവണ്ണ എത്തിയിട്ടോ. എടവണ്ണപ്പാലമാണിത്. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പുളിക്കലോടിയാണ് കേട്ടോ. മമ്പാടുന്ന് തിരിഞ്ഞു പോവും. മമ്പാടുന്ന് കുറച്ചും കൂടി ഉള്ളൂ പുളിക്കലോടിക്ക്. സീബിയാജി പാലമാണ് എടവണ്ണ. ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള പുഴയുണ്ടത്. നല്ല രസം ഇവിടെ കാണാൻ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതുണ്ടോ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുളിക്കലോടി എത്തി. അപ്പോൾ അവരിവിടെ റെൻറ്റിന് താമസിക്കുന്ന വീടാണ് കേട്ടോ ഇത്. ഇത് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് കേട്ടോ. ഒരു വാടകയ്ക്ക് നിൽക്കുന്ന വീട്. എവിടെയോ സൂത്രം കാണിച്ചു തരാം. തെങ്ങിൻ്റെ അവസ്ഥ വാടിക്കുറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ പുതിയ വീടിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.